മനുഷ്യ ജീവിതത്തിൽ ആർക്കും അഴിക്കുവാൻ കഴിയാത്ത കുരുക്കുകളിൽ ചെന്ന് കയറുന്ന ധാരാളം പേരുണ്ട്. വർഷങ്ങളായി കുരുങ്ങിക്കിടക്കുന്ന ധാരാളം പേരുണ്ട്. ഈ കുരുക്ക് കർത്താവിന് അഴിക്കാൻ ആഗ്രഹമുണ്ട്. അതാണ് ഇന്നത്തെ സന്ദേശം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷിയെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകും. ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്, ഒരു മത്സ്യം വല്ലാത്ത വലയിൽ അകപ്പെടുന്നത് പോലെ, ഒരു പക്ഷി വല്ലാത്ത കെണിയിൽ അകപ്പെടുന്ന പോലെ ചില ദുഷ്കാലം, ചില പോരാട്ടത്തിന്റെ നാളുകൾ ചിലരെ കുടുക്കിയിട്ടിരിക്കുക. എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. സങ്കീർത്തന പുസ്തകത്തിലുണ്ട്, കെണി പൊട്ടി പക്ഷി വഴുതിപ്പോരുന്ന പോലെ നിന്റെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരിക്കലും അഴിയാത്ത കുരുക്ക്, ഒരു മത്സ്യം എത്ര ശ്രമിച്ചിട്ടും വലയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത പോലെ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി ഉപവസിച്ചിട്ടും, ഒത്തിരി നിലവിളിച്ചിട്ടും അഴിയാത്ത കുരുക്ക് നിന്റെ ജീവിതത്തെ കയറി കുരുക്കിയിട്ടേക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ആ കുരുക്കിനെ അഴിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. സങ്കീർത്തന പുസ്തകത്തിലുണ്ട്, അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ ഞാൻ അവന് സ്തോത്രം ചെയ്യും. 2-ാം സങ്കീർത്തനം, യഹോവേ, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷക്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുന്നു. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളകാം. എത്ര വലിയ കെണിയിൽ നീ ചെന്ന് കയറിയാലും ആ കെണിയിൽ നിന്നെല്ലാം അത്ഭുതകരമായി യേശു നിന്നെ പുറത്തെടുക്കും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടൊക്കെയോ ചില കെണികൾ പൊട്ടുന്നു, ചില കുരുക്കുകൾ അഴിയുന്നു, ചില ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. നമുക്ക് ഈ ആത്മനിറവിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു വലയിൽ അകപ്പെട്ട മത്സ്യത്തെ പോലെ, കെണിയിൽ അകപ്പെട്ട പക്ഷിയെപ്പോലെ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 6 വരെ വിടുവിക്കുമെന്നൊരു ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ കർത്താവേ, ഈ വചനത്തിലൂടെ അവരെ വിടുവിക്കണമേ, അവരുടെ ബന്ധനങ്ങളെ അഴിക്കണമേ, അവരെ സ്വതന്ത്രനാക്കണമേ. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. നിന്നെ കുരുക്കിയ എല്ലാ കുരുക്കിൽ നിന്നും യേശു നിന്നെ പുറത്തെടുക്കും. ഗോഡ് ബ്ലസ് യു.